മലയാള സിനിമയിലെ യുവതാരങ്ങളിൽ ഒരാളാണ് ആസിഫ് അലി. ഒരുപാട് തകർച്ചകളും ഉയർത്തെഴുന്നേൽപ്പും കണ്ട നടനാണ് ആസിഫ് അലി. എന്നാൽ 2024 ആസിഫ് അലിയുടെ സിനിമകളുടെ തിരഞ്ഞെടുപ്പുകളും വിജയങ്ങളും ചർച്ചയാകുകയാണ്. 2009 ശ്യാം പ്രസാദ് സംവിധാനം ചെയ്ത ഋതു ആയിരുന്നു ആസിഫ് അലിയുടെ ആദ്യ ചിത്രം. സണ്ണി ഇമാറ്റി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ആസിഫ് അലി പ്രേക്ഷക മനസ്സിൽ ഇടം നേടി. റീമ കല്ലിങ്കൽ, നിഷാൻ നന്ദിയത്ത് എന്നിവരായിരുന്നു മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. തൊടുപുഴയിലെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും യാതൊരു സിനിമാ പാരമ്പര്യവുമില്ലാതെ മലയാള സിനിമയിൽ എത്തിയ ആളാണ് ആസിഫ് അലി. ഋതുവിനു ശേഷം ഒട്ടനവധി ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ മികച്ച കഥാപാത്രങ്ങൾ ആസിഫ് അലി ചെയ്തു. കുട്ടിത്തവും കുസൃതിയും നിറഞ്ഞ കണ്ണുകളുമായി എത്തി തുടക്കത്തിൽ റൊമാൻറ്റിക് നായകനായ ആസിഫ് അലി പിന്നീട് വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളും വേഷങ്ങളും തെരഞ്ഞെടുത്ത് പ്രേക്ഷകരെ അമ്പരിപ്പിച്ചു. ആക്ഷൻ, ത്രില്ലർ, കോമഡി, സാമൂഹ്യ പ്രസക്തിയുള്ള ചിത്രങ്ങൾ എന്നിവയിലൂടെ തന്റെ കഴിവുകൾ തെളിയിച്ച ആസിഫ് നിരൂപക പ്രശംസയും ജനപ്രീതിയും നേടി. പിന്നീട് മലയാള സിനിമയിലും പ്രേക്ഷകരുടെ ഇടയിലും തൻ്റെതായ ഒരു സ്ഥാനമുണ്ടാക്കിയെടുക്കാൻ ആസിഫിന് സാധിച്ചു. 2024 ആസിഫിന്റെ എല്ലാ ചിത്രങ്ങളും ഹിറ്റായിരുന്നു. എല്ലാം വ്യത്യസ്ത വേഷങ്ങൾ, മികച്ച പ്രകടനങ്ങൾ. ആ ചിത്രങ്ങളിലേക്കും കഥാപാത്രങ്ങളിലേക്കും ഒരു തിരിഞ്ഞുനോട്ടം നടത്താം. അതിനു മുമ്പ് ആസിഫ് അലി എന്ന നടന്റെ പരാജയങ്ങൾ ഒന്നൊന്നായി ഏറ്റുവാങ്ങിയ 2023 പറ്റി പറയണം. മഹേഷും മാരുതിയും, രഞ്ജിത്ത് സിനിമ, കാസർഗോൾഡ്, ഒറ്റ എന്നിവയായിരുന്നു ആസിഫ് അലി എന്ന നടന്റെ തകർച്ച ഒന്നൊന്നായി കാണിച്ചു തന്ന 2023 ചിത്രങ്ങൾ. കഥ തിരഞ്ഞെടുക്കുന്നതിലും അഭിനയിക്കുന്നതിലും ഇതിലൂടെ വലിയ വിമർശനങ്ങളാണ് ആസിഫ് അലി നേടിയത്. ചിത്രങ്ങളൊക്കെ ബോക്സ് ഓഫീസിൽ പരാജയമായത് മാത്രമല്ല, ആസിഫ് അലി എന്ന നടന്റെ പരാജയം കൂടിയായിരുന്നു ഈ ഓരോ ചിത്രങ്ങളും. ഇതിൽ ഓരോ ചിത്രങ്ങൾ ചെയ്യുമ്പോഴും റിലീസ് ചെയ്യുന്നതിന് മുന്നേ വരെ അത് വലിയ വിജയമാകുമെന്ന് കരുതി ചെയ്ത ചിത്രങ്ങളാണിവ എന്നായിരുന്നു ആസിഫ് അലി അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. മോശം സിനിമ എന്ന രീതിയിൽ താനോ കൂടെ ജോലി ചെയ്യുന്നവരോ ചിത്രം ചെയ്യാറില്ല എന്നും ആസിഫ് അലി പറയുന്നു. എന്നാൽ 2024 വന്നപ്പോൾ കാര്യങ്ങൾ കുറച്ചധികം മാറി. 2024 മലയാള സിനിമയിൽ തൻ്റെതായ സ്ഥാനം വീണ്ടും ഉറപ്പിച്ചു നിർത്തിയ താരമാണ് ആസിഫ് അലി. കഴിഞ്ഞ വർഷം തിരഞ്ഞെടുത്ത ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരെ അമ്പരിപ്പിച്ച ആസിഫ് നിരൂപക പ്രശംസയും വാണിജ്യ വിജയവും സ്വന്തമാക്കി. വൈവിധ്യം നിറഞ്ഞ കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പുകൾ ആയിരുന്നു അതിനു പ്രധാന കാരണം. 2024 പുറത്തിറങ്ങിയ തലവൻ എന്ന സിനിമയിലെ ആസിഫിന്റെ അഭിനയം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഫീൽ ഗുഡ് സിനിമകളുടെയും നന്മയുടെയും തലതൊട്ടപ്പനായ ജിസ്റ്റോയി ഒന്ന് മാറ്റി ചിന്തിച്ചപ്പോൾ കിട്ടിയ ഒന്നൊന്നര ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിരുന്നു തലവൻ. ചിത്രത്തിലെ ബിജു മേനോൻ ആസിഫ് അലി കോംബോ പ്രേക്ഷകർക്കിടയിൽ ഗംഭീരമായി വർക്കായി. വ്യത്യസ്ത പശ്ചാത്തലത്തിൽ നിന്നുമുള്ള രണ്ടു മനുഷ്യർ ഒരു ബസ് സ്റ്റേഷനിൽ കണ്ടുമുട്ടുകയും ലക്ഷ്യമില്ലാത്ത യാത്ര നടത്തുകയും ചെയ്യുന്ന ഒരു സിനിമ. 2024 ആസിഫ് അലിയും സുരാജ് വെഞ്ഞാറമൂടും മത്സരിച്ചഭിനയിച്ച നഹാസ് നാസർ സംവിധാനം ചെയ്ത അഡിയോസ് അമിഗോസ്, പണമുള്ളവനും ഇല്ലാത്തവനും അവരുടെ നിസ്സഹായതയും വിഷമങ്ങളും നിഷ്കളങ്കതയും വളരെ മികച്ച രീതിയിൽ അഡിയോസ് അമിഗോസിൽ കാണിച്ചു തരുന്നുണ്ട്. നവാഗതനായ അർഫ സാഹിബ് സംവിധാനം ചെയ്ത സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം ലെവൽ ക്രോസ്. രഘു എന്ന ഗേറ്റ് കീപ്പറായാണ് ആസിഫ് അലി ചിത്രത്തിൽ അഭിനയിക്കുന്നത്. രഘുവായി ആസിഫ് അലി വളരെ ശ്രദ്ധേയമായി അഭിനയിച്ചിട്ടുണ്ട്. മേക്കപ്പിനേക്കാൾ കൂടുതൽ രഘുവിനെ വിശ്വസനീയമാക്കുന്നത് ആസിഫിന്റെ ശരീരഭാഷ തന്നെയാണ്. അല്പം ഉച്ചത്തിൽ തമാശയായി മാറാവുന്ന കഥാപാത്രങ്ങൾ ഒന്നാണിവ. പക്ഷെ ആസിഫ് ഒരിക്കലും അത് ഓവറാക്കാതെ ചെയ്തു. ആഗോളതലത്തിലും ചിത്രം വലിയ പ്രശംസയാണ് നേടിയത്. കക്ഷി അമ്മിണി പിള്ളയ്ക്ക് ശേഷം ദിൽജിത്ത് അയ്യത്താൻ ഒരുക്കിയ ചിത്രമാണ് കിഷ്കിന്ധാകാന്ഡം. മുൻ സൈനിക ഉദ്യോഗസ്ഥനായ അപ്പുപിള്ള, മകൻ അജയ് ചന്ദ്രൻ, രണ്ടാം ഭാര്യ അപർണ, ഇവർ തമ്മിലുള്ള വൈകാരിക ബന്ധത്തിൽ തുടങ്ങുന്ന ചിത്രത്തിൽ ഒരുപാട് നിഗൂഢതകളും ഉണ്ട്. കാട്ടിനുള്ളിലെ ആ വലിയ വീട്ടിലെ നിഗൂഢതകൾക്കൊപ്പം പ്രേക്ഷകനും ഉണ്ടാകും. പുതുമയുള്ള കെട്ടുറപ്പുള്ള തിരക്കഥയാണ് കിഷ്കിന്ധാകാന്ഡം എന്ന ചിത്രത്തിന്റെ ആത്മാവ്. അതിനൊപ്പം താരങ്ങളുടെ മികച്ച പ്രകടനം കൂടി ആയപ്പോൾ പ്രേക്ഷകന് മികച്ച ദൃശ്യാനുഭവം സിനിമ സമ്മാനിക്കുന്നുണ്ട്. ബാഹുൽ രമേശാണ് ചിത്രത്തിന്റെ കഥാ, തിരക്കഥ, സംഭാഷണം, ഛായാഗ്രഹണം എന്നിവ നിർവഹിച്ചത്. എല്ലാ സത്യങ്ങളും ഉള്ളിലൊതുക്കി നിസ്സഹായനായി മരിച്ചുപോയ മകനെ അന്വേഷിക്കേണ്ടി വരുന്ന ഒരച്ഛനായി ആസിഫ് അലി അതിഗംഭീരമായി തന്നെ അഭിനയിച്ചു. 2024 ഒരു സ്ലീപ്പർ ഹിറ്റ് ചിത്രമായി കിഷ്കിന്ധാകാന്ഡം മാറി.
ഇനി 2025 തുടക്കം തന്നെ രേഖാചിത്രത്തിലൂടെ ആസിഫ് അലി ഗംഭീരമാക്കിയെന്ന് തന്നെ പറയാമല്ലോ. പോലീസ് വേഷങ്ങൾ നിരവധി ചെയ്തിട്ടുള്ള ആസിഫിന്റെ വ്യത്യസ്ത കുറ്റാന്വേഷണ ചിത്രമാണ് രേഖാചിത്രം. ആസിഫ് അലി എന്ന നടന്റെ അഭിനയത്തിന്റെ പല തലങ്ങൾ കണ്ടാണ് 2024 അവസാനിച്ചതെങ്കിൽ ഈ വർഷം തുടങ്ങുമ്പോൾ തന്നെ അതിലും മികച്ചത് തന്റെ കയ്യിലുണ്ടെന്ന് ഈ നടൻ കാണിച്ചു തരികയാണ്. അനശ്വര രാജൻ, ഹരിശ്രീ അശോകൻ, മനോജ് കെ ജയൻ, ജഗദീഷ്, സിദ്ദിഖ്, സലീൻ ഷിഹാബ്, ഭാമ എന്നിവർ പ്രധാന കഥാപാത്രമായി എത്തിയ ചിത്രം ജോഫിൻ ടി ചാക്കോയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ചിത്രത്തിൽ മമ്മൂട്ടി അതിഥി വേഷത്തിൽ എത്തുന്നു എന്ന പ്രത്യേകതയും ഉണ്ട്.